സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇ കൊമേഴ്സ് എന്താണ് എന്ന് നോക്കി. എന്താണ് ഇ കൊമേഴ്സ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇമ്പോർട്ടൻസ് ഓഫ് ഇ കൊമേഴ്സ് ആയിരുന്നു. സോ നമുക്ക് ആ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇ കൊമേഴ്സ് എന്താണ് നമ്മൾ നമ്മളെന്താണ് ഓൺലൈൻ വഴി ഓൺലൈൻ വഴി സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു പരിപാടി തന്നെ. അതായത് എന്താണ് ഒരു ബിസിനസ് ഒരു ട്രേഡേഴ്സ് എന്ത് ചെയ്യുന്നു, അവർ ഓൺലൈൻ വഴി ഉൽപ്പന്നങ്ങൾ വിൽക്കാനിടുകയും കസ്റ്റമേഴ്സ് അത് പല ഓൺലൈൻ വെബ്സൈറ്റ്സിലൂടെയും മറ്റ് വെബ്സൈറ്റ്സിലൂടെയും ആപ്പ് വഴിയും എന്ത് ചെയ്യുന്നു, ആ ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നു അല്ലേ. അപ്പോൾ അതാണ് ഇ കൊമേഴ്സ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ് ഇ കൊമേഴ്സ്? ഇ കൊമേഴ്സ് ഈസ് കൊമേഴ്സ് ത്രൂ ടെക്നോളജി ഓർ ഇൻ്റർനെറ്റ്, ദാറ്റ് ഈസ് ഇ കൊമേഴ്സ് അല്ലേ. സോ നമുക്ക് ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെയാണ് ഈ കൺസ്യൂമർ സോവറിറ്റി. അപ്പോൾ ഇ കൊമേഴ്സ് എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നോക്കിയില്ലേ. എന്താണ് ഓൺലൈൻ വഴിയുള്ള കച്ചവടം, അതാണ് ഇ കൊമേഴ്സ്. അതായത് എന്താണ്, നമ്മൾ ഓൺലൈൻ വഴി ഒരു സാധനം ഓർഡർ ചെയ്യുന്നു, ആ സാധനം നമ്മൾക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ ഡെലിവറി ആകുന്നു, നമ്മൾ പൈസ കൊടുക്കുന്നു അല്ലേ. ഇപ്പോൾ പൈസ കൊടുക്കുന്നത് ഇപ്പോൾ നമുക്ക് ഫിസിക്കലിയും കൊടുക്കാം, നമുക്ക് ആ കൊണ്ടുതരുന്ന ആളാരാണോ, സാധനം കൊണ്ടുതരുന്ന ആളാരാണോ അവർക്കും നമുക്ക് പൈസ കൊടുക്കാം. പക്ഷെ നമുക്ക് ഓൺലൈനായിട്ടും പൈസ അടയ്ക്കാം അല്ലേ. നമ്മൾ സാധനം കാണുന്നതും വാങ്ങുന്നതും പ്രൊഡക്റ്റിനെ പറ്റി മനസ്സിലാക്കുന്നതും എല്ലാം ഓൺലൈനിലൂടെയാണ്. അതാണ് ഇ കൊമേഴ്സ് അഥവാ ഓൺലൈൻ കച്ചവടം. ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് ആണ് കൺസ്യൂമർ സോവറിറ്റി. Consumer is the king in the market. The marketing strategies of all business organizations are one way or other way related with the satisfaction of consumers. Consumers in e-commerce enjoy wide choice and the best service. He is free to select any goods and services displayed on computer screen. Order can be placed over the internet and goods delivered at the doorstep of the consumers. എന്താണ് കൺസ്യൂമർ സോവറിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത്? ഒരു കൺസ്യൂമറിനെ കിങ് ആയിട്ടാണ് കാണുന്നത്. ഏതൊരു മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഒരു ഓർഗനൈസേഷൻ എടുക്കുന്നുണ്ടെങ്കിലും അത് എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കസ്റ്റമേഴ്സിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്, സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ്. ഒരു ഇ കൊമേഴ്സിലൂടെ കസ്റ്റമേഴ്സിന് വൈഡ് ചോയ്സ് ലഭിക്കുന്നു. ഒരുപാട് ചോയ്സുകൾ അവർക്ക് ലഭിക്കുന്നു. അവർക്ക് എന്ത് പ്രൊഡക്റ്റാണ് വേണ്ടത്. ഇപ്പോൾ വാച്ച് ആണെങ്കിലും ഇപ്പോൾ ഒരു ലേഡീസൊക്കെ ആണെങ്കിൽ ഇപ്പോൾ സാരി ആണെങ്കിലും, ജെൻസ് ആണെങ്കിൽ ഇപ്പോൾ ഷർട്ട് ആണെങ്കിലും, അതല്ല ഇനിയിപ്പോൾ മൊബൈലാണെങ്കിലും, എന്ത് പ്രൊഡക്റ്റാണോ നിങ്ങൾ ഓൺലൈനിൽ വാങ്ങാൻ ശ്രമിക്കുന്നത് അത് ഒരുപാട്, അപ്പോൾ ആ പ്രൊഡക്റ്റിന് തന്നെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെന്താണ്, ഓർഡർ ക്യാൻ ബി പ്ലേസ്ഡ് ഓവർ ദി ഇൻ്റർനെറ്റ് ആൻഡ് ഗുഡ്സ് ആർ ഡെലിവേർഡ് അറ്റ് ദി ഡോർസ്റ്റെപ്പ്. ഗുഡ്സ് ഇൻ്റർനെറ്റ് വഴി ഓർഡർ ചെയ്യുന്നു, അത് നമ്മുടെ വീടിൻ്റെ ഉമ്മറത്ത് ആ ഡെലിവറി ചെയ്യുന്ന ആൾ കൊണ്ടുതരുന്നു. സോ ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് ഇ കൊമേഴ്സിന് കൺസ്യൂമർ സോവറിറ്റി ഉണ്ടെന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാന കാരണം കസ്റ്റമേഴ്സിന് പരമാധികാരമുണ്ട്. സോവറിറ്റി എന്ന് പറഞ്ഞാൽ പരമാധികാരം. കാരണം എന്താണ്, അവരെ കിങ് ആയിട്ട് കാണുന്നു എന്ന് പറയണു. കാരണം എന്താണ്, അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണേ അല്ലേ. കാരണം അവർ സാധനം വാങ്ങി അതുവഴി ഒരു സെയില് ഒരു പ്രൊഡക്റ്റിന് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമാണ്
സാധാ ബിസിനസ്സിനെ പോലെ തന്നെ ഇ കൊമേഴ്സിനും ഇത് ഇൻ്റർനെറ്റിലൂടെ ചെയ്യുന്നു എന്ന് മാത്രം അല്ലേ. അപ്പോൾ എന്താണ്, കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അവർക്ക് സെയിൽ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കസ്റ്റമേഴ്സിനെ കിങ് ആയിട്ട് കാണുന്നത്. അപ്പോൾ എന്താണ്, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ, കസ്റ്റമർ ഇവിടെ പിന്നെ കൺസ്യൂമർ സോവനിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ഒരു കസ്റ്റമേഴ്സിന് വൈഡ് ചോയ്സ് അവൈലബിൾ ആണല്ലേ, ഒരുപാട് ചോയ്സ് അവർക്ക് കിട്ടും ഏത് പ്രൊഡക്റ്റ് വാങ്ങണം എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് അതിനുള്ള അധികാരമുണ്ട്, ഏത് പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിക്കണം എന്ന് സ്വയം തീരുമാനിക്കാനുള്ളൊരു അധികാരം അവിടെ അവർക്ക് കിട്ടുന്നുണ്ട്. അതെ, ദർ ഈസ് നോ മിഡിൽ മാൻ ടു കോപ്പറേറ്റ് ബിറ്റ്വീൻ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് എന്ന ഇ കൊമേഴ്സ്. എന്താണ്, ഇടനിലക്കാരനില്ല, നേരിട്ടാണ് വിൽപ്പനക്കാരനും ബയ്യറും നേരിട്ടിട്ടാണ് ഡീലിങ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് കൺസ്യൂമർ സോവനിറ്റി. ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് ആണ് കൺസ്യൂമർ സോവനിറ്റി. രണ്ടാമത്തെയാണ് കസ്റ്റമൈസേഷൻ. ഹൈ ക്വാളിറ്റി റിലേഷൻഷിപ്പ് ഈസ് ക്രൂഷ്യൽ ഫോർ റിട്ടേണിംഗ് കൺസ്യൂമേഴ്സ് ഇൻ ദി commerce environment. Customer relationship management is a new concept in marketing, and e-commerce provide plenty of opportunities to practice CRM in organizations with a view to establish better relationship with the customers. ഈ കസ്റ്റമൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ്, നമ്മൾ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് കസ്റ്റമേഴ്സിനെ കമ്പനിയിൽ നിലനിർത്താൻ വേണ്ടി നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. കമ്പനിയിലല്ല, ആ ഒരു കൊമേഴ്സ് എൻവിറോൺമെൻറ്റിൽ. അതുപോലെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു പുതിയൊരു കൺസെപ്റ്റാണ് മാർക്കറ്റിങ്ങിലും അതുപോലെ ഇ കൊമേഴ്സിലും. അതെന്തിനു വേണ്ടിയിട്ടാണ്, അതെന്ന് വെച്ചാൽ ഒരു കസ്റ്റമേഴ്സുമായി നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അവരുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത് അവർക്കൊരു അതൃപ്തി വരാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ വിശ്വസ്തത മേടിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം. അതായത് ഇറ്റ് ബിക്കംസ് ആബ്സല്യൂട്ട്ലി നെസസറി ഫോർ ദ കമ്പനി ടു എൻഹാൻസ് കസ്റ്റമർ ലോയൽറ്റി. എന്താണ്, കസ്റ്റമേഴ്സിൻ്റെ ലോയൽറ്റി നേടിയെടുക്കുവാനായിട്ട് അവർ ശ്രമിക്കണം. അതർവൈസ് ദി കസ്റ്റമേഴ്സ് വിത്ത് ഫുൾ ഓഫ് ചോയ്സ് മേ ജംപ് ഫ്രം വൺ വെബ്സൈറ്റ് ടു അനദർ. എന്താണ്, ഇപ്പോൾ നേരത്തെ പറഞ്ഞു അല്ലേ നമ്മൾ കൺസ്യൂമർ സോവനിറ്റിന്ന്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം ഒരു കസ്റ്റമേഴ്സിന് ഒരുപാട് അവസരങ്ങൾ അവൈലബിൾ ആണ് ഇ കൊമേഴ്സിൽ അല്ലേ. അവിടെ അങ്ങനെ എന്താണ് പറയുക, പേപ്പർ വർക്ക്സും മറ്റു കാര്യങ്ങളൊക്കെ അല്ലേ. ഇപ്പോൾ ഒരു ട്രഡീഷണൽ ബിസിനസ്സിനെ അപേക്ഷിച്ച് ഇ കൊമേഴ്സ് കുറച്ചുകൂടി ലിബറലാണ്. കാരണം ആർക്കും എവിടെ വേണമെങ്കിലും എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ്, അവർക്ക് ഒരുപാട് ചോയ്സുകളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നല്ലൊരു റിലേഷൻഷിപ്പ് അവരുമായി മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അവർക്ക് എന്താണ്, അവർ ഓർഡർ ചെയ്യുന്ന പ്രൊഡക്റ്റ് തന്നെ ഡെലിവറി ചെയ്യാതെ ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിരിക്കും കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുണ്ടാവുക. അത് അയച്ചു കൊടുക്കാണ്ട് ലോ ക്വാളിറ്റി പ്രൊഡക്റ്റൊക്കെ അയച്ചു കൊടുത്തു എന്ന് വയ്ക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ പിന്നെന്താണ്, റീഫണ്ടും മറ്റു കാര്യങ്ങളൊക്കെ വരും. ഈവൻ ഇപ്പോൾ റീഫണ്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലൊരു പ്രൊഡക്റ്റ് അയച്ചു കൊടുത്തു എന്ന് തന്നെ ഇരിക്കട്ടെ, അങ്ങനെ വന്നാലും എന്താണ്, കസ്റ്റമേഴ്സിന് ആ ഒരു വിശ്വാസം അവിടെ നഷ്ടപ്പെട്ടു. ഇനിയും ഒരു പക്ഷെ ഇങ്ങനെ ഉണ്ടായേക്കാം, ഇനിയും ഞാൻ ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് എനിക്ക് ലോ ക്വാളിറ്റി പ്രൊഡക്റ്റ് കിട്ടിയേക്കാം എന്നൊരു തോന്നൽ വരും. അപ്പോൾ അങ്ങനൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ലൊരു ബന്ധം ഉപഭോക്താക്കളുമായി നിലനിർത്തിക്കൊണ്ട് പോകണം. ദാറ്റ് ഈസ് കസ്റ്റമൈസേഷൻ. പിന്നെ കസ്റ്റമൈസേഷൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു ഉപഭോക്താവിൻ്റെ ആവശ്യങ്ങളനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക അല്ലേ. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഒരു ഉപഭോക്താവിൻ്റെ ഡിമാൻഡ് എന്താണോ അല്ലെങ്കിൽ അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്താണോ അതിനനുസരിച്ചൊരു മാറ്റം കൊണ്ടുവരിക. എങ്കിൽ മാത്രമാണ് അവരുമായി നല്ലൊരു ബന്ധം നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് കസ്റ്റമൈസേഷൻ.
രണ്ടാമത്തെയാണ് കസ്റ്റമൈസേഷൻ. നമ്മൾ ആദ്യം പറഞ്ഞത് കൺസ്യൂമർ സോവനിറ്റി, രണ്ടാമത് പറഞ്ഞത് കസ്റ്റമൈസേഷൻ. ഇനി മൂന്നാമത് പറയുന്നത് എന്താണ്? ന്യൂ മാർക്കറ്റ്സ്. ഇറ്റ് ഈസ് ഈസിയർ ടു പെനിട്രേറ്റ് ആൻഡ് റീച്ചിങ് ഓഫ് ദ കസ്റ്റമേഴ്സ് ഓൾ അറൗണ്ട് ദ വേൾഡ് വിത്തിൻ മിനിറ്റ്സ് ഓവർ ഇൻ്റർനെറ്റ്, അല്ലേ? ഇപ്പോൾ നമ്മളിപ്പോൾ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ എങ്ങനെയാണ് ഒരു കച്ചവടക്കാരൻ്റെ ഉൽപ്പന്നം ആ ബിസിനസ് യൂണിറ്റ് എവിടെയാണുള്ളത് അതിൻ്റെ പ്രദേശങ്ങളിലുള്ള അല്ലെങ്കിൽ സമീപത്തുള്ള ആളുകൾ മാത്രമേ വാങ്ങിക്കുകയുള്ളൂ, അല്ലേ? അതെല്ലാവരും അത് വാങ്ങിച്ചോളണമെന്നില്ല. പക്ഷെ ഇ കൊമേഴ്സിൽ അങ്ങനെയല്ല. അങ്ങനെയല്ലല്ലോ. കാരണം ഏതൊരു നാട്ടിലെ ആൾക്കും ഏതൊരു ലൊക്കേഷനിൽ നിന്നുകൊണ്ട് വേണമെങ്കിലും ഏതൊരു ലൊക്കേഷനിൽ നിന്നുകൊണ്ടും മറ്റേതൊരു സ്ഥലത്തെ അല്ലെ മറ്റേതൊരു സ്ഥലത്തെ ആൾ നടത്തുന്ന ഒരു ഇ കൊമേഴ്സ് ട്രേഡിലെ ഉൽപ്പന്നങ്ങളും നമുക്ക് വാങ്ങുവാനായി സാധിക്കുന്നു. അതാണ് ന്യൂ മാർക്കറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ഇറ്റ് ഈസ് ഈസിയർ ടു പെനിട്രേറ്റ് ആൻഡ് റീച്ചിങ് കസ്റ്റമേഴ്സ് അക്രോസ് ദി വേൾഡ് വിത്തിൻ മിനിറ്റ്സ് ഓവർ ഇൻ്റർനെറ്റ്, അല്ലേ? എന്താണ്? ലോകത്തുള്ള സകല ഉപഭോക്താക്കളെയും നമുക്ക് ഉപഭോക്താക്കളിലേക്കും നമുക്ക് ഇ കൊമേഴ്സിലൂടെ എത്തുവാനായി സാധിക്കുന്നു. The net enables supplier to introduce and promote new products to meet the need of the individual buyer. Even if customers have been missed may be reached through the net. The customers can have better quality products from any country at a reasonable price. എന്താണ്? നമുക്ക് ഇന്റർനെറ്റിലൂടെ ഒരു സപ്ലയർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? പുതിയ പുതിയ ഉൽപ്പന്നങ്ങളെ പരിചയപ്പെടുത്തുവാനായി പറ്റുന്നു. അതുപോലെ തന്നെ എന്താണ്? ഒരു കസ്റ്റമറിനെ പോലും നമുക്ക് മിസ്സാവില്ല. കാരണം ഇൻ്റർനെറ്റിലൂടെ എല്ലാ കസ്റ്റമേഴ്സിനും അത് കാണുവാനായി സാധിക്കുന്നു. പിന്നെ മാത്രമല്ല പിന്നെ ഇ കൊമേഴ്സിനെ പറ്റിയിട്ടുള്ള മറ്റൊരു ഫീച്ചർ എന്താണ്? അതെ, നമുക്ക് ഒരുവിധം എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയായിരിക്കും. എന്താണ്? എത്ര ഹൈ ക്വാളിറ്റി സാധനമാണെങ്കിലും നമുക്ക് റീസണബിൾ പ്രൈസിൽ അതിൻ്റെ ഒറിജിനൽ വിലയിൽ നിന്നും വളരെയധികം ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ളൊരു എമൗണ്ടിലാണ് അല്ലെങ്കിൽ ഓഫർ വിലയിലാണ് നമുക്ക് എന്ത് കിട്ടുക? ആ ഉൽപ്പന്നം കിട്ടുക. സോ ദാറ്റ്സ് അബൌട്ട് ന്യൂ മാർക്കറ്റ്. അടുത്തതാണ് എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സ്. അവൈലബിലിറ്റി ഓഫ് പ്ലെൻറ്റി ഇൻഫർമേഷൻ, നോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആൻഡ് ഫ്രീ എൻട്രി ഇൻ ടു മാർക്കറ്റ്സ് ലീഡ് ടു എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സ് ദാറ്റ് വിൽ ഇൻ ടേൺ reduce both cost and prices. For example, cost of processing invoice is cheaper than in traditional methods. Aggregate demand for goods and service will be increased due to the supply of abundant information about goods and service. ഓക്കെ, അപ്പോൾ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരുപാട് വിവരങ്ങൾ നമുക്ക് കിട്ടുമല്ലേ, അല്ലേ? ഇപ്പോൾ എന്താണ്? ഒരു ഉപഭോക്താവിന് ഒരു സാധനം വാങ്ങണമെങ്കിൽ ഒരു ഉൽപ്പന്നത്തിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അവർക്ക് കിട്ടുമല്ലേ? സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അറിയാനായിട്ട് പറ്റുമല്ലേ? അപ്പോൾ അതുപോലെ തന്നെ എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇല്ല. ഒരു ഉപഭോക്താവിന് ഒരു കടയിൽ പോയി സാധനം വാങ്ങേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അവർക്ക് എന്താണ്? ഇങ്ങോട്ട് സാധനം എത്തുന്നു. അപ്പോൾ യാത്രാ ചെലവ് കുറവാണ്, അല്ലേ? അതുപോലെ തന്നെ എന്താണ്? നമുക്ക് മാർക്കറ്റിലേക്ക് എളുപ്പം കയറി ചെല്ലാനായിട്ട് പറ്റും. കാരണം ഇൻ്റർനെറ്റിലൂടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ കയറി ചെല്ലാനായിട്ട് പറ്റും. നമുക്കത്ര ഒരു ബുദ്ധിമുട്ട് അവിടെ നേരിടേണ്ടി വരുന്നില്ല. അപ്പം അങ്ങനെ എന്താണ്? റിസോഴ്സുകളെ വളരെ കാര്യക്ഷമമായി ഉപയോഗിക്കുന്നു, അല്ലേ? ഇപ്പം എന്താണ്? നമുക്ക് വേണ്ട വിവരങ്ങളൊക്കെ ഇൻ്റർനെറ്റിൽ നിന്ന് ലഭിക്കുന്നു. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, അല്ലേ? നമ്മളിപ്പോൾ പോയി സാധനം വാങ്ങേണ്ട ആവശ്യം ഇല്ല. നമുക്ക് നേരിട്ട് വീടുകളിലേക്ക് എത്തിച്ചേരുന്നു. അതുപോലെ തന്നെ നമുക്ക് എന്താണ്? മാർക്കറ്റിലേക്ക് നമുക്ക് വളരെ ഫ്രീ ആയി കടന്നു ചെല്ലുവാനായി കഴിയുന്നു. സോ അതൊക്കെയാണ് എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ്? അപ്പോൾ ഗുഡ്സിൻ്റെയും അതുപോലെ തന്നെ സർവീസിൻ്റെയും ഡിമാൻഡ്, ആവശ്യകത
എന്താണ് അതിനെ പറ്റിയിട്ടുള്ള എല്ലാ വിവരങ്ങളും വളരെ എളുപ്പത്തിൽ ലഭ്യമായതുകൊണ്ട് തന്നെ എന്താണ് ആ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും മേലുള്ള ഡിമാൻഡ് വളരെയധികം കൂടുന്നു. പിന്നെ ഇ കൊമേഴ്സിൻ്റെ വളരെയധികം ഒരു സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് നമുക്ക് കുറയ്ക്കുവാനായി സാധിക്കുന്നു. അതെ, ഇപ്പോൾ ഒരു ട്രഡീഷണൽ ബിസിനസ് യൂണിറ്റ് സെറ്റപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരുപാട് ചിലവുകൾ വരും. കാരണം ഇപ്പോൾ സർക്കാരിൽ നിന്ന് ഒരുപാട് പേപ്പറുകൾ കിട്ടാനുണ്ട്, കുറേ സർട്ടിഫിക്കറ്റ്സ് കിട്ടാനുണ്ട്. സോ അതുപോലെ തന്നെ സ്ഥലത്തിൻ്റെ, ഇപ്പോൾ ലാൻഡിൻ്റെ ഒരു കോസ്റ്റ് വരാം. അപ്പോൾ അങ്ങനെ ഒരുപാട് ചിലവുകൾ അവർക്ക് വരാം. നേരെ മറിച്ച് ഇ കൊമേഴ്സിൽ അത് പൊതുവേ കുറവാണ് അല്ലേ. ഇ കൊമേഴ്സിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഓൺലൈൻ വഴിയുള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ വേണമെങ്കിൽ ചെയ്യാം. കാരണം സാധനം വാങ്ങി വിൽക്കൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ് യൂണിറ്റ് സെറ്റപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലം വാങ്ങുക, അവിടെ ഒരു ഓഫീസ് പണിയുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. സോ ദാറ്റ്സ് അബൌട്ട് എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സ്. അടുത്ത എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇ കൊമേഴ്സ് വഴിയുള്ള പ്രധാനമായൊരു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഡെലിവറി ബോയ്സ് ആണ് അല്ലേ. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ അല്ലെങ്കിൽ ആമസോണിൻ്റെ പ്രൊഡക്ട്സ് മാത്രം ഡെലിവറി ചെയ്യുന്ന ആ ആൾക്കാരെ നമുക്ക് കാണാം, ആമസോണിൻ്റെ ആൾക്കാരെ നമുക്ക് കാണാം. സോ അതൊരു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, അത് നമുക്ക് അറിയാവുന്നൊരു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്, ജോലി സാധ്യതയാണ്. പിന്നെ സോഫ്റ്റ്വെയർ സർവീസ് സെക്ടർ അല്ലേ. ഇപ്പോൾ ആമസോണ്, അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട്, മീഷോ പോലുള്ള, മിന്ത്ര പോലുള്ള ഓൺലൈൻ കമ്പനീസിൽ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് യൂണിറ്റ്സുകളിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയറിൻ്റെ കാര്യങ്ങൾ നോക്കുക, അല്ലെങ്കിൽ അങ്ങനെ കുറേ ജോലി സാധ്യതകൾ ലഭിക്കുന്നു. അതുപോലെ തന്നെ ക്വിക്ക് ആൻഡ് സ്പീഡി ഡിസ്പോസൽ ഓഫ് കസ്റ്റമേഴ്സ്. ഇപ്പോൾ ട്രാൻസാക്ഷനൊക്കെ വളരെ ഫാസ്റ്റാണ് അല്ലേ. ഇപ്പോൾ നമുക്ക് ഒരു കടയിൽ പോയി അടുത്ത സെയിൽസ്മാനോട് സംസാരിച്ച് അങ്ങനെ സാധനം വാങ്ങി വരുന്ന ഒരു രീതിയല്ലല്ലോ. കാരണം ഒരുപാട് സമയം അങ്ങനെ ചിലവാവില്ല. അപ്പോൾ നമ്മൾ തന്നെ ഒരു ഉപഭോക്താവ് തന്നെ ആപ്പിലോ അല്ലെങ്കിൽ സൈറ്റിലോ നോക്കുന്നു, അവരൊരു ഉൽപ്പന്നം കാണുന്നു, അതിൻ്റെ വില നോക്കുന്നു, അത് കഴിഞ്ഞ് അതിന് സിമിലർ ആയിട്ടുള്ള പ്രൊഡക്ട്സ്, അതിന് സിമിലർ ആയിട്ടുള്ള പ്രൈസും അല്ലെങ്കിൽ കുറച്ചും കൂടിയും വിലക്കുറവും ഒക്കെ ഉള്ള, എന്നാൽ തന്നെ നല്ല ക്വാളിറ്റിയുമുള്ള പ്രൊഡക്ട്സ് അവർ വേറെ നോക്കുന്നു, അത് വാങ്ങുന്നു, അതിന് ഓർഡർ കൊടുക്കുന്നു, പൈസ അടയ്ക്കുന്നു. ഇതൊക്കെ ഇൻ്റർനെറ്റിലൂടെ നടക്കുന്നത് കൊണ്ട് തന്നെ വളരെ സ്പീഡായി നടക്കുന്നു. അങ്ങനെ ഒട്ടും ടൈം ലാഗ് സംഭവിക്കുന്നില്ല. അടുത്താണ് മാനേജിങ് കോമ്പറ്റീഷൻ. E-commerce is particularly attractive because it can serve as the greatest equalizer. This enables that small and medium-sized enterprises to effectively compete with large and multinational firms in the global marketplace. മാനേജിങ് കോമ്പറ്റീഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇ കൊമേഴ്സിൻ്റെ ഒരു പ്രത്യേകതയാണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറുതോ അതല്ലെങ്കിൽ ഇടത്തരമോ ആയിട്ടുള്ള ഒരു കമ്പനിക്ക് വലിയ കമ്പനികളുമായി കോമ്പീറ്റ് ചെയ്യുവാനായി പറ്റുന്നു. അതെങ്ങനെയാണ്? അത് നമ്മൾ പറഞ്ഞല്ലോ. കാരണം ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് മറ്റ് ട്രഡീഷണൽ കൊമേഴ്സ് സെറ്റപ്പുകളെയൊക്കെ അപേക്ഷിച്ച് എങ്ങനെയാണ് അല്ലേ, അപേക്ഷിച്ച് കുറച്ചും കൂടിയും നമുക്ക് എളുപ്പത്തിൽ നമ്മളിലേക്ക് എത്തുന്നു അല്ലേ. കാരണം മറ്റവരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പരസ്യം ചെയ്യുന്നു, പേഴ്സണൽ സെല്ലിങ് നടത്തുന്നു, അല്ലെങ്കിൽ മറ്റ് പ്രൊമോഷണൽ ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഓരോ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കസ്റ്റമേഴ്സിന് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നു അല്ലേ. പിന്നെ മാത്രമല്ല, നേരിട്ടൊരു ഷോപ്പിൽ കിട്ടുന്നതിനേക്കാളും വിലക്കുറവിലും എന്നാൽ തന്നെ അത്രയും ക്വാളിറ്റി ഉള്ളതുമായ പ്രൊഡക്ട്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുവഴി എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ വലിയ കമ്പനികൾ അവർ
പിടിക്കുന്ന ഒരു മാർക്കറ്റ്, അവർ കൈക്കലാക്കിയ ഒരു മാർക്കറ്റ് ഓൺലൈൻ കൊമേഴ്സ് നടത്തുന്ന അല്ലെങ്കിൽ ഇ കൊമേഴ്സ് നടത്തുന്ന ഒരു ചെറിയ അല്ലെങ്കിൽ ഒരു ഇടത്തരം കമ്പനികൾക്കും ഏതാണ്ട് അത്രത്തോളം ഒരു മാർക്കറ്റ് കൈവശം വയ്ക്കുവാൻ അവർക്ക് സാധിക്കുന്നു. ദാറ്റ്സ് മാനേജിങ് കോമ്പറ്റീഷൻ. സോ നമ്മൾ 7 പോയിന്റ്സാണ് ഡിസ്കസ് ചെയ്തത്. അതിൽ ഒന്നാമത്തെയാണ് കൺസ്യൂമർ സോവനിറ്റി. കൺസ്യൂമർ സോവനിറ്റി എന്ന് പറയുന്നത് എന്താണ്? കസ്റ്റമറിനെ കിങ് ആയി കാണുന്നു. കാരണം അവരുടെയാണ് ചോയ്സ്, അവർക്ക് ഒരുപാട് ചോയ്സ് ഉണ്ട്, അവർക്ക് ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളത് അവരുടെ തീരുമാനമാണ്. സോ അതിനുള്ള പരമാധികാരം അവർക്കുണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് കൺസ്യൂമർ സോവനിറ്റി. പിന്നത്തെ കാര്യം എന്താണ്? കസ്റ്റമൈസേഷൻ. കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങളനുസരിച്ച് മാറ്റം വരുത്തുക, കസ്റ്റമേഴ്സിനെ ഫേവറബിളായിട്ട് നിൽക്കുക, കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിൽക്കുക. അതിൽ പറയുന്നത് എന്താണ്? അല്ലേ, കസ്റ്റമേഴ്സുമായിട്ടുള്ള നല്ല റിലേഷൻഷിപ്പ് വളരെ അത്യാവശ്യമാണ്. കാരണം എന്താണ്? ആ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലാണ് അവർക്ക് ദീർഘകാലം ഒരു നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളൂ, അല്ലേ? കാരണം അതില്ല എന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ വിശ്വസ്തത പിടിച്ച് പറ്റുവാനായിട്ട് അവർ ശ്രമിക്കണം. ഇനി എന്താണ്? കസ്റ്റമേഴ്സിൻ്റെ വിശ്വസ്തത പിടിച്ചു പറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താണ്? അവർ മറ്റ് ഓൺലൈൻ സൈറ്റുകളോ അല്ലെങ്കിൽ മറ്റ് ഓൺലൈൻ സോഫ്റ്റ്വെയർസോ ഡിപ്പെൻഡ് ചെയ്യും, അതിന്ന് സാധനങ്ങൾ വാങ്ങും. അങ്ങനെ അവർ തമ്മിലുള്ള ഒരു ബന്ധം ഇല്ലാതെ ആവാം, അതുവഴി ഇവർക്ക് നഷ്ടം സംഭവിക്കാം. അടുത്ത ന്യൂ മാർക്കറ്റ്, അല്ലേ? എന്താണ്? ലോകത്തിലുള്ള സകല കമ്പനികളുടെയും, അല്ലെ, ഓൺലൈൻ ട്രേഡേഴ്സിൻ്റെയും ഉൽപ്പന്നങ്ങൾ കസ്റ്റമേഴ്സിലേക്ക് എത്തുന്നു. അപ്പം എന്താണ്? അതുകൊണ്ട് തന്നെ പുതിയൊരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. കാരണം എന്താണ്? പുതിയൊരു പ്രൊഡക്റ്റ് സൈറ്റിൽ ലോഞ്ച് ചെയ്താൽ മാത്രം മതി, അത് എല്ലാ കസ്റ്റമേഴ്സിലേക്കും അത്ര ഒരുപാട് ചിലവില്ലാതെ എത്തുന്നു. അതുപോലെ തന്നെ ഒരാളെയും മിസ്സാവുന്നില്ല, അല്ലേ? എല്ലാ കസ്റ്റമേഴ്സിലേക്കും അത് എത്തുന്നു. ഓൺലൈൻ ഷോപ്പിംഗ് ഫെസിലിറ്റീസ് ഉപയോഗിക്കുന്ന ഏതൊരു കസ്റ്റമറിലേക്കും അത് എത്തുന്നു. പിന്നെന്താണ്? ഒരു കസ്റ്റമറിന് ഏതൊരു രാജ്യത്തു നിന്ന് വേണമെങ്കിലും എന്ത് ചെയ്യാം, അല്ലേ? അതാണ് ന്യൂ മാർക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? ഒരു കസ്റ്റമറിന് ഏതൊരു മാർക്കറ്റിൽ നിന്ന് വേണമെങ്കിലും അവർക്ക് ഉൽപ്പന്നം വാങ്ങുവാനായി സാധിക്കുന്നു, അല്ലേ? ഇപ്പോൾ ട്രഡീഷണൽ മാർക്കറ്റിൽ അത് നടക്കില്ലല്ലോ, ട്രഡീഷണൽ കൊമേഴ്സിൽ അത് നടക്കില്ല. നമ്മൾക്ക് അടുത്തുള്ള കട ഏതാണോ അവിടെ പോയിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഇവിടെ നമുക്ക് ഒഴിവാക്കുവാനായി സാധിക്കുന്നു. അടുത്താണ് എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സ്. എന്ന് വെച്ചാൽ എന്താണ്? ഒരു പ്രൊഡക്റ്റിനെ പറ്റി ഒരുപാട് വിവരങ്ങൾ കസ്റ്റമേഴ്സിന് സൈറ്റിൽ നിന്ന് ലഭിക്കുന്നു. അതുപോലെ തന്നെ യാത്രാ ചിലവില്ല, കാരണം ഒരു കടയിൽ പോയി സാധനം വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ മാർക്കറ്റിലേക്ക് ഫ്രീ ആയിട്ട് എൻട്രി ചെയ്യാനായിട്ട് പറ്റുന്നു. അതുപോലെ തന്നെ അപ്പോൾ അതുവഴി അങ്ങനെ ഒരു കാര്യക്ഷമമായ ഉപയോഗം, ഇപ്പോൾ ഫെസിലിറ്റീസിനൊക്കെ കാര്യക്ഷമമായി അങ്ങനെ ഉപയോഗിക്കുന്നു. അതെന്താണ്? കോസ്റ്റിനെയും അതുപോലെ അതുകൊണ്ട് തന്നെ കോസ്റ്റും ചെലവും അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളുടെ പ്രൈസും കുറവാണ്, അല്ലേ? അതെ. ഇപ്പം അതാണ് എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സിൽ പറയുന്നത്. പിന്നെ ഇ കൊമേഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് നടത്താനുള്ള ചിലവ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഉൽപ്പന്നത്തിന് അത്ര കണ്ടൊരു പ്രൈസ് അവർ ചാർജ് ചെയ്യാത്തത്. അടുത്തതാണ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ പറഞ്ഞു അല്ലേ, ഇപ്പോൾ ഒരുപാട് ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ഒരുപാട് തൊഴിലവസരം കിട്ടുന്നു, അല്ലേ? ഇപ്പോൾ ഡെലിവറി ബോയ്സ് ആയിട്ട് പോകുന്നു, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സായിട്ട്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെ സംബന്ധമായ മറ്റ് സ്കിൽ ഉള്ള ആളുകൾക്ക് അത്തരത്തിലുള്ള തൊഴിലവസരങ്ങൾ ലഭിക്കുന്നു. സോ അതാണ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. പിന്നെ ക്വിക്ക് ആൻഡ് സ്പീഡ് ഡിസ്പോസൽ ഓഫ് കസ്റ്റമേഴ്സ്. എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ, ഇപ്പോൾ കസ്റ്റമേഴ്സിനെ ഒരു സാധനം വാങ്ങുക എന്ന് പറയുന്ന ഒരു കാര്യം വളരെ സ്പീഡാണല്ലേ? ഇൻ്റർനെറ്റിലൂടെ അത്രയും ഒരു ടൈം കൺസ്യൂമിങ് അല്ല.
പിന്നെന്താണ് ഇപ്പോൾ ടെക്നോളജി അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് വഴിയായ ഒരു ഒരു ട്രേഡ് ആയതുകൊണ്ട് തന്നെ എന്താണ് നല്ല സ്പീഡ് ഉണ്ടായിരിക്കും. ഇപ്പോൾ പ്രവർത്തനം വളരെ സ്പീഡിലായിരിക്കും. അതുപോലെ തന്നെ എന്താണ് ഒരു ഫോർമാലിറ്റീസൊക്കെ വളരെ കുറവാണ്. എന്താണ് ഇപ്പോൾ മറ്റേ ഇതിലെ പോലെ എന്താണ് ട്രഡീഷണൽ കൊമേഴ്സ് പോലെ പ്രിൻറ്റിങ് അതുപോലെ കാറ്റലോഗ് മെയിൻറ്റെയിൻ ചെയ്യുക അത്തരം പരിപാടികളൊന്നും ഇല്ല അല്ലേ. സോ അതാണ് ക്വിക്ക് ആൻഡ് സ്പീഡ് ഡിസ്പോസൽ ഓഫ് കസ്റ്റമേഴ്സ്. മാനേജിങ് കോമ്പറ്റീഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ഈക്വലൈസർ എന്താണ്. മാനേജിങ് കോമ്പറ്റീഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, അതായത് ചെറിയ അതുപോലെ തന്നെ ഇടത്തരം കമ്പനികളിലേക്കൊക്കെ അല്ലെങ്കിൽ ഈ ചെറിയ ഇടത്തരം കമ്പനികൾക്കൊക്കെ വലിയ വലിയ കമ്പനികളുമായി എന്താണ് കടപിടിക്കുവാനായി സാധിക്കുന്നു, അല്ലെങ്കിൽ അവരുമായി കോമ്പീറ്റ് ചെയ്യുവാനായി സാധിക്കുന്നു. അതാണ് മാനേജിങ് കോമ്പറ്റീഷനിൽ പറയുന്നത്. സോ ഇതൊക്കെയാണ് 7 ഇമ്പോർട്ടൻസ് ഓഫ് ഇ കൊമേഴ്സ്. എന്തൊക്കെയാണ്? 1 കൺസ്യൂമർ സോവറിറ്റി, 2 കസ്റ്റമൈസേഷൻ, പിന്നെ 3 എന്താണ് ക്വിക്ക് ആൻഡ് സ്പീഡി ഡിസ്പോസൽ ഓഫ് കസ്റ്റമേഴ്സ്, പിന്നെ മാനേജ് കോമ്പറ്റീഷൻ, പിന്നെ എന്താണ് ന്യൂ മാർക്കറ്റ് അല്ലെ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. സോ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഇ കൊമേഴ്സ്.